لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير പിറവി തൊട്ടൊരു നീണ്ട യാത്ര, മനസ്സുകൊണ്ടൊരനന്തയാത്ര, യുഗയുഗങ്ങൾ കടന്ന യാത്ര, പിന്നെയും തുടരുന്നു യാത്ര, മുന്നിലൊരു ലക്ഷ്യം. സത്യം 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 സത്യം. കാണുന്നതോരോന്നും സത്യം, കണ്ടെത്തേണ്ടതും സത്യം, നേരിട്ടു കണ്ടവരാരുമില്ലെങ്കിലും ദൈവമുണ്ടെന്നതും സത്യം. ഗീതയും ബൈബിളും ഖുർആനും നൽകിയ വെളിച്ചത്തിലുണ്ടൊരു സത്യം, നാം ഇന്നും ഇരുളിലാണെന്നതും സത്യം. സത്യം 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 സത്യം. അളവറ്റ സ്നേഹത്തിൻ മുന്നിൽ മതമില്ലെന്നത് സത്യം, മതിലുകളില്ലെങ്കിൽ നാമെല്ലാം മനുഷ്യരാണെന്നതും സത്യം. പലതും കണ്ടുള്ള യാത്രയിൽ ഇതുവരെ അറിഞ്ഞതൊരേയൊരു സത്യം, നാം ഒന്നും അറിയുന്നില്ലെന്നുള്ള സത്യം. സത്യം 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 സത്യം. ജനനം പകൽ പോലെ സത്യം, മരണം ഒരു ദുഃഖ സത്യം, ജീവിതമെന്നത് ഞൊടിയിൽ തീരുന്ന സ്വപ്നമാണെന്നതും സത്യം. സ്വർഗവും നരകവും പണി തീർക്കുന്നത് നമ്മളാണെന്നതും സത്യം, നമ്മുടെ കർമ്മമാണെന്നതും സത്യം. സത്യം 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 സത്യം. അസ്സലാമു അലൈക്കും. പുണ്യമാസ രാവിലേക്ക് സ്വാഗതം. റംലാന്റെ അവസാന ദിനരാത്രികളിലേക്ക് നാം കടന്നു പോവുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. In the name of Allah, most beneficent, most merciful. Say, He is Allah, the Only One, Allah, the eternally bliss of all. He begets not, nor was begotten, and there is none comparable unto Him. Assalamu alaikum. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in.
വിശുദ്ധ റമദാനിൻ്റെ വളരെ പവിത്രമായ ധന്യമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വളരെ സുപ്രധാനമായ ഒരു സംവിധാനമാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഒരു കാര്യം നാം വ്യക്തമായി ആദ്യമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ അടിമകൾ അവർ പാപരഹിതരായി പരിശുദ്ധന്മാരായി അവർ ജീവിക്കണമെന്നും അങ്ങനെ അവർ മരിക്കണമെന്നുമാണ്. നേരെ മറിച്ച് കുറ്റങ്ങളിലും പാപങ്ങളിലും മുഴുകി അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതിൽ ഒരു ക്രൂരമായ ഒരു വിനോദം ഏതെങ്കിലും ദൈവിക സങ്കല്പങ്ങളിൽ കാണുന്നത് പോലെയല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിൻ്റെ അടിമകൾ മനുഷ്യരെല്ലാം സ്വാഭാവികമായി അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന നന്മതിന്മകൾക്കിടയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് നൽകിയ, അതിനുവേണ്ടി കഴിവ് നൽകിയ പ്രപഞ്ചനാഥൻ അവരുടെ ജീവിതം മുഴുവൻ പരിശുദ്ധമായി തിന്മകളിൽ നിന്ന് മോചിതനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായ ചില കർമ്മങ്ങൾ അവരുടെ പാപത്തെ സ്വയം ഇല്ലാതാക്കി മാറ്റുകയും തിന്മകളെ ഇല്ലാതാക്കി നന്മയിൽ അവനെ നിലനിർത്തുകയും ചെയ്യുന്ന ആരാധനയുടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രവാചകൻ ധരിപ്പിച്ചിട്ടുള്ള ഒരു പവിത്രമായ ഒരു ഹദീസ് നിങ്ങൾ കേൾപ്പിക്കുകയാണ്. അസ്സലവാത്തുൽ ഹംസ് വൽ ജുമഅത്തു ഇലൽ ജുമഅ വ റമളാനു ഇലാ റമളാന മുകസ്സിറാത്തുൽ ലിമാ ബൈനഹും. 5 നേരമുള്ള നമസ്കാരം ഒരു ജുമഅ മുതൽ മറ്റേ ജുമഅ വരെയുള്ള ജുമഅ നമസ്കാരം, അതുപോലെ റമളാനിലെ അനുഷ്ഠാനങ്ങൾ, ഇവ ചിട്ടയോടുകൂടി അനുവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്ന ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും എന്ന് പറയുന്ന ആ പവിത്രമായ പ്രക്രിയ ഇവിടെ നടക്കുകയാണ്. നമസ്കാരം, ഓരോ നമസ്കാരങ്ങൾക്കിടയിലുമുള്ള അവരിൽ നിന്ന് വന്നു പോകുന്ന മഹാപാപങ്ങളല്ലാത്ത ചെറു പാപങ്ങൾ, തെറ്റുകൾ സ്വാഭാവികമായി നമസ്കാരം കൊണ്ട് തന്നെ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നു. ഒരാഴ്ചക്കാലം വീണ്ടും എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുവെങ്കിൽ അത് ജുമായിൽ പങ്കെടുക്കുന്നതോടെ, അള്ളാഹുവിൻ്റെ ദിക്ർ ശ്രവിക്കുന്നതോടുകൂടെ, ആ കൂട്ടായ്മ മുസ്ലിം സമൂഹത്തിൻ്റെ കൂട്ടായ്മകളിലൂടെ ധന്യമായ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതവൻ്റെ മായ്ച്ചു കളയുന്നു. സ്വാഭാവികമായി കൊല്ലത്തിലൊരിക്കൽ വരുന്ന റമദാൻ, ആ റമദാൻ അതിൻ്റെ ഭവ്യതയോടെ തഖ്വയോടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കഴിഞ്ഞ ഒരു വർഷക്കാലം അതിനിടയിൽ വന്നുപോയ പാപങ്ങളെ അള്ളാഹു തആല പുറത്തു. അതുതന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, നോമ്പ് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവനിൽ നിന്ന് പാപങ്ങൾ ഉതിർന്നു വീഴുന്നത് ഒരു ഉണങ്ങിയ മരത്തിൽ നിന്ന് പഴുത്ത ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ തെറിച്ചു പോവുകയും ഇല്ലാതായിത്തീരുകയും അവൻ പരിശുദ്ധനായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് മൻസാമ റമദാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആത്മാർത്ഥമായി വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന നോമ്പ്, അതിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അവൻ്റെ പാപങ്ങൾ ഇതോടുകൂടെ പൊറുക്കപ്പെടും എന്ന് ഉറപ്പ് തരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് വ്രതാനുഷ്ഠാനം. ആ വ്രതാനുഷ്ഠാനത്തിൽ നാം ഉൾക്കൊണ്ട അതോടുകൂടെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള അലിവ്, നമ്മുടെ ജീവിതത്തിൽ ഒട്ടാകെ ഉണ്ടായിട്ടുള്ള മാറ്റം വരും നാളുകളിൽ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നോമ്പിലെ സജീവത, നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും അതുപോലെ സൽക്കർമ്മങ്ങളുമെല്ലാം സജീവമായി ചെയ്യുന്ന മനുഷ്യൻ വീണ്ടും തിരിച്ച് പഴയ ലോകത്തിലേക്ക് പോവുകയും അവൻ ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട്
നിർബന്ധമായ കർമ്മങ്ങളിൽ നിന്നെല്ലാം മാറി പലിശ വാങ്ങി ലഹരി ഉപയോഗിച്ച് അതുപോലെ സാമൂഹ്യ തിന്മകൾ മുഴുവൻ അതിൻ്റെ എല്ലാം അവൻ ആചരിച്ചുകൊണ്ട് വരുന്ന ഒരു റമദാനിലെ പാപമോചനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഏറ്റവും അപകടകരമായ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിത ശൈലിയാണ് ഇന്ന് സാധാരണ പൊതുവായി കാണുന്നത്. ഈ പരിവർത്തനം, റമദാനിൽ ഉൾക്കൊള്ളുന്ന പരിവർത്തനം, അത് വരും കാലങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ മാർഗദർശനമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിതത്തെ ഉടനീളം ശുദ്ധമാക്കി തീർക്കുകയും അതിൽ ലഭിച്ചിട്ടുള്ള അമൂല്യമായ ബോധം ആ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നോമ്പ് ഉദ്ദേശിക്കുന്ന. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും നോമ്പ് കൊണ്ടില്ല എന്ന് പറയുന്ന അത്രയും അനുഗ്രഹീതമായ പ്രതിഫലം അങ്ങനെയുള്ള തുടർച്ചയായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم. Al-Azhar College of Arts and Science, MG University. The courses are Biotechnology, Biochemistry, Electronics, MTA, MSW and MCom. Our other institutions are Al-Azhar Public School, TTI, B.Ed College and Paramedical College. For details, contact phone 94470 04862 221845. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم. ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഇസ്ലാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ ഹദാനല്ലാഹ്. പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന മനുഷ്യൻ്റെ ജീവിത പദ്ധതിക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു വ്യവസ്ഥിതിയാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ കാലഘട്ടങ്ങൾക്കനുസൃതമായി അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വലിയ വിഷയങ്ങളിൽ കഴിവ് കൊടുത്ത് കൊണ്ട് അത്തരം വലിയ വലിയ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് അവസാനത്തെ പ്രവാചകനായി അള്ളാഹു നിയോഗിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക രാജ്യത്ത് ഭൂജാതനായതോടുകൂടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരുടെ ശൃംഖല അവിടെ വെച്ച് അവസാനിക്കുകയും ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവാചകത്വത്തിന് മനുഷ്യൻ്റെ പക്വതയ്ക്കും അതുപോലെ തന്നെ ഒരു പൂർണ്ണമായ വളർച്ചയ്ക്കും പര്യാപ്തമായ പ്രായം എത്തിയ സന്ദർഭത്തിൽ അള്ളാഹു ആ നബിയെ പ്രവാചകനായി കൊണ്ട് വഹീ മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം വഹീ മുഖേന അള്ളാഹു പ്രവാചകനായി നിശ്ചയിക്കുകയും ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന, ആ പ്രവാചകൻ കാണിച്ചു തന്ന മാർഗദർശനങ്ങളിലൂടെ ഇന്ന് ലോകം മുസ്ലിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയും ആണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കേണ്ട 5 കാര്യങ്ങളും വിശ്വസിക്കേണ്ട 6 കാര്യങ്ങളും ആണുള്ളത്. ഈ 6 കാര്യം വിശ്വസിക്കുകയും 5 കാര്യം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു മുഅ്മിൻ, ഒരു പൂർണ്ണമായ മുസ്ലിം എന്ന് പറയുക. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 5 കാര്യങ്ങളിൽ ഒന്നാകുന്ന പരിശുദ്ധ റമദാൻ അഥവാ ഈ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം. ഈ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് തികച്ചും ഒരു മനുഷ്യൻ ശാരീരികമായും മാനസികമായും അവൻ പരുവപ്പെടുത്തി പാകപ്പെടുത്തി സകലവിധ ദുശ്ചിന്തകളിൽ നിന്നും ദുർവ്യായാമങ്ങളിൽ നിന്നും മനുഷ്യൻ അവനെ രക്ഷപ്പെടുത്തി യഥാർത്ഥ ദൈവത്തിൻ്റെ പാന്താവിലേക്ക്, യഥാർത്ഥ സൃഷ്ടാവിൻ്റെ പാന്താവിലേക്ക് അവനെ എത്തിക്കുക എന്നതാണ് ഈ വ്രതം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല
ഉദ്ദേശമാക്കുന്നത്. ആ വ്രതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു പരിശുദ്ധ റമദാനിൻ്റെ 30 ദിവസങ്ങളിൽ, ഒരു മാസത്തിൽ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാസമായും കൊണ്ട് 10ആയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ, മധ്യത്തിലുള്ള രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10ആയും കൊണ്ടും അള്ളാഹുവിൻ റസൂൽ പഠിപ്പിക്കുകയും അവസാനത്തെ 10 നരകമോചനത്തിൽ നിന്ന് പാപമോചനത്തിലേക്ക് ചെല്ലുന്ന ഒരു 10ആയും കൊണ്ട് അള്ളാഹുവിൻ റസൂൽ വിശേഷിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു, ആദ്യത്തെ 10 അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ, നിൻ്റെ കൃപ, നിൻ്റെ കടാക്ഷം, നിൻ്റെ കരുണ ഈ സൃഷ്ടിചരാചരങ്ങളായ ഞങ്ങളിൽ നീ ചൊരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ. രണ്ടാമത്തെ 10 ദിനരാത്രങ്ങളിൽ അവൻ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ തന്നെ മഗ്ഫിറത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കണം എന്നും, അത് കഴിഞ്ഞാൽ പിന്നീട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം 3 വിഭവമായി കൊണ്ട് 3 ഭാഗമായി റമദാനിനെ വിഭജിച്ച് തരികയും അതിൽ ഏറ്റവും പുണ്യം കൂടിയ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവസാനത്തെ 10ലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാൻ തന്നെ ഏറ്റവും പുണ്യത്തിൻ്റെ പൂക്കാലമായി മാറാനുള്ള പ്രധാന കാരണം പരിശുദ്ധ ഖുർആനിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ പ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധ റമദാൻ. പരിശുദ്ധ റമദാനിന് ശ്രേഷ്ഠത ഉണ്ടാകാനുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണമാണ്. ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ രാജ്യത്ത് അക്രമം നടത്തുകയോ ഈ രാജ്യത്ത് അനാചാരം നടത്തുകയോ അല്ല, മറിച്ച് ഈ രാജ്യത്തുള്ള ഈ മനുഷ്യനിലുള്ള അക്രമവാസന ഇല്ലാതാക്കുകയും അതുപോലെ അക്രമത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരെ പൊരുതിക്കൊണ്ട് മനുഷ്യനെ മാനുഷിക മൂല്യം ഉറപ്പിച്ചുകൊണ്ട് ഒരു മാനുഷിക മൂല്യമുള്ള ഒരു കൊള്ളാവുന്ന ജീവിയാക്കി ഉയർത്തുക, ഉന്നതനാക്കി മാറ്റുക. ഇതാണ് പടച്ചവൻ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം ലക്ഷ്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. സാഹോദര്യ സ്നേഹം, അതുപോലെ അയൽവക്ക സ്നേഹം, അതുപോലെ കുടുംബ ബന്ധം ഇത്യാദിയിലുള്ള ഒരുപാട് സ്നേഹത്തിന് മുൻഗണന നൽകി, അതുപോലെ ആത്മസംയമനത്തിന് മുൻഗണന നൽകി ശ്രേഷ്ഠമായ ഒരു തത്വത്തിലൂടെ ജീവിക്കാൻ പഠിപ്പിച്ച, ജീവിക്കാൻ പ്രോത്സാഹനം നൽകിയ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വാക്കുതാക്കൾ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ഇന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഒരുപാട് ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പരിശുദ്ധ ഇസ്ലാം വഴുതിപ്പോകുന്നത് കാണുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അവൻ ഒരുപാട് പ്രയാസപ്പെടുകയാണ്, ഒരുപാട് വിഷമിക്കുകയാണ്. കാരണം ഒരു ഉറുമ്പിനെ പോലും കാരണമായി ഉപദ്രവിക്കാൻ പാടില്ലെന്നും, ജീവികൾക്ക് നന്മ ചെയ്യണമെന്നും, വൃക്ഷാദികൾക്ക് നന്മ ചെയ്യണമെന്നും, സസ്യങ്ങൾക്ക് നന്മ ചെയ്യണമെന്നും, ഒരു സസ്യലതാദികൾക്കോ ജീവജാലങ്ങൾക്കോ ഉപദ്രവം ചെയ്യാൻ പാടില്ല, മറിച്ച് അവർക്കൊക്കെ ഉപകാരവും അവയുടെ വളർച്ചയ്ക്കും അവയുടെ നിലനിൽപ്പിനും ആവശ്യമായത് എന്തൊക്കെയോ അത് മുഴുവനും ചെയ്തു കൊടുക്കുകയല്ലാതെ മറിച്ച് അവയുടെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിൻ്റെ നാമധാരികളായ ആളുകൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ അക്രമത്തിൻ്റെ മാർഗങ്ങളിലേക്ക്, ക്രൂരതയുടെ മാർഗങ്ങളിലേക്ക് വഴുതി പോകുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം അതുമായി, അത്തരം പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് അസന്നിഗ്ധമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 6666 ആയത്തുകളും അതുപോലെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏകദേശം പ്രബലമായ 10 ലക്ഷം ഹദീസുകളും കൂട്ടി വായിക്കുമ്പോൾ, ഒരുമിച്ച് ചേർക്കുമ്പോൾ, ആ ഒരുമിച്ച് ചേർക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സത്ത നീതിയാണ്, ധർമ്മമാണ്, സത്യമാണ്. സത്യം, ധർമ്മം, നീതി ഇവിടെ പുലർന്ന് കാണണം എന്നല്ലാതെ മറിച്ചുള്ള
യാതൊരു പ്രചരണങ്ങളും യാതൊരു പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധ ഇസ്ലാം പച്ചക്കൊടി കാണിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. പരിശുദ്ധ ഇസ്ലാം മറിച്ച് അത്തരം കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും അത്തരം കാര്യങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് രാജ്യത്തെ നല്ല ഒരു ചുറ്റുപാടുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ കർമ്മരംഗത്ത് ഇറങ്ങിക്കൊണ്ട് മനുഷ്യനെ സഹായിക്കണം. അവിടെ ജാതി നോക്കരുത്, അവിടെ മതം നോക്കരുത്. മനുഷ്യൻ മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യനെ സഹായിക്കുക, മനുഷ്യൻ ഒന്നാണ് എന്ന കാഴ്ചപ്പാടിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ വിളംബരം ചെയ്തത്. ഖുർആനിൽ കാണാം യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ എന്നാണ് ഖുർആൻ സംബോധനം ചെയ്യുന്നത്. ഖുർആനിൻ്റെ അഭിസംബോധനം അല്ലയോ ഹൈന്ദവരെ, അല്ലയോ ക്രൈസ്തവരെ, അല്ലയോ ജൂതരെ, അല്ലയോ സിഖുകാരെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തെ അഭിസംബോധനം ചെയ്തതിനേക്കാൾ ഉപരി മനുഷ്യ സമൂഹത്തെ മൊത്തമായി യാ അയ്യുഹന്നാസ് എന്ന് അഭിസംബോധനം ചെയ്തിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് ഒരു ആണിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളുടെ വംശ പരമ്പരയെ നാം വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ പരസ്പരം ഗോത്രങ്ങളായി പരസ്പരം ഇതുകളായി നിങ്ങൾ ജീവിക്കണം. അതെന്തിനു വേണ്ടി? തആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ഗോത്രങ്ങളായി കുടുംബമായി ഒക്കെ നിങ്ങൾ ജീവിക്കണം. അത് വ്യവസ്ഥ ചെയ്തിട്ടുമുണ്ട്. അതെന്തിനു വേണ്ടി? പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. തആറഫു, എന്നിട്ട് നിങ്ങളിൽ കറുത്തവനോ വെളുത്തവനോ, നിങ്ങളിൽ ആരെങ്കിലും അജമിയോ അറബിയോ, നിങ്ങളിൽ പാശ്ചാത്യനോ പൗരസ്ത്യനോ ഈ വ്യത്യാസം കൂടാതെ നിങ്ങളിൽ മാന്യൻ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിനെ ഭയന്നവൻ ആരോ, അള്ളാഹുവിനെ സൂക്ഷിച്ചവൻ ആരോ, അള്ളാഹുവിനെ പേടിച്ചവൻ ആരോ, പ്രപഞ്ചനാഥനായ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് എന്ന ബോധത്തോടെ, അവൻ തരുന്ന വെള്ളമാണ് നാം കുടിക്കുന്നതെന്ന ബോധത്തോടെ, അവൻ തരുന്ന വായുവാണ് നാം ശ്വസിക്കുന്നതെന്ന ബോധത്തോടെ, അവൻ്റെ ഭൂമിയിലാണ് നാം അധിവസിക്കുന്നതെന്ന ബോധത്തോടെ, അവൻ്റെ സൂര്യൻ്റെ ചോട്ടിലാണ് ആ സൂര്യനിൽ നിന്നുള്ള ഊർജം അനുഭവിച്ചുകൊണ്ട് നാം ജീവിക്കുന്നതെന്ന ബോധത്തോടെ, അവൻ്റെ ആകാശത്തിൻ്റെ ചുവട്ടിലാണ് നാം താമസിക്കുന്ന ബോധത്തോടെ, ഇവിടെ മനുഷ്യൻ്റെ ജീവിതത്തിന് പരമപ്രധാനമായും ഏറ്റവും പ്രധാനമായി ആവശ്യമായ മനുഷ്യൻ്റെ എന്നല്ല മനുഷ്യേതര ജീവജാലങ്ങളുടെ മുഴുവനും ജീവിതത്തിന് നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടമായ വസ്തു വായുവാണെങ്കിൽ അത് മനുഷ്യനിർമ്മിതമല്ല, ഭൂമിയാണെങ്കിൽ അത് മനുഷ്യനിർമ്മിതമല്ല, സൂര്യനാണെങ്കിൽ അത് മനുഷ്യനിർമ്മിതമല്ല, ചന്ദ്രനാണെങ്കിൽ അത് മനുഷ്യനിർമ്മിതമല്ല, ആകാശഗോള ചന്ദ്ര നക്ഷത്രാദികൾ ഒന്നും തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിന് ഭൂലോക ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവയൊന്നും മനുഷ്യനിർമ്മിതമല്ല. ഇതെല്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെതാണ്. അപ്പോൾ പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൊള്ളാവുന്ന സൃഷ്ടിയായ മനുഷ്യന് വേണ്ടി അവന് ആവശ്യമുള്ളത് എന്തൊക്കെയോ അത് മുഴുവനും ഈ പ്രപഞ്ചത്തിൽ ആക്കി തന്നിട്ട് ഭൂമിയും ഭൂമി ഉൾക്കൊള്ളുന്ന സകലതും മനുഷ്യ നിനക്ക് വേണ്ടി നാം ആക്കി തന്നിട്ടുണ്ട്. യഥേഷ്ടം നിന്റെ ആവശ്യത്തിന് എടുക്കുകയും ചേരുംപടി ചേർത്തുകൊണ്ട് നീ നിന്റെ ജീവിതത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുവാനുള്ള വിശേഷ ബുദ്ധിയും തന്ന് നമ്മെ പടച്ച് ഈ ഭൂമിയിലൊക്കെ ആക്കിയിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്നെ സൂക്ഷിക്കണം, എന്നെ ഭയപ്പെടണം, എന്നെ അംഗീകരിക്കണം. എന്നെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുഴുവനും സമർപ്പിക്കുക, അള്ളാഹുവിന് മുഴുവനും സമർപ്പിക്കുക. അള്ളാഹുവിന് മുഴുവനും സമർപ്പിക്കുക എന്ന് പറയുന്നത് അടുത്തവനെ ഉപദ്രവിച്ചുകൊണ്ടല്ല, അടുത്തവനെ ആക്രമിച്ചുകൊണ്ടല്ല, അടുത്തവൻ്റെ ജാതി നോക്കി ആക്രമിച്ചുകൊണ്ടല്ല, അടുത്തവൻ്റെ പേര് നോക്കി ആക്രമിച്ചുകൊണ്ടല്ല, അടുത്തവൻ്റെ നാട് നോക്കി ആക്രമിച്ചുകൊണ്ടല്ല, മറിച്ച് ആ ആക്രമം ഒഴിവാക്കിക്കൊണ്ട് സ്നേഹത്തിന് ഊന്നൽ നൽകിക്കൊണ്ട്, സമാധാനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട്, ശാന്തിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള ഒരു ജീവിതത്തിന് പ്രോത്സാഹനം നൽകി പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ലോകത്ത് ഒരുപാട് ജനങ്ങൾ പുൽകിയ സ്വീകരിച്ച പ്രത്യാശ
പ്രത്യയശാസ്ത്രം ബുദ്ധിജീവികളും കൊള്ളാവുന്നവരും ചിന്തകരും എല്ലാം വിലയിരുത്തി ഇന്നും പഠിച്ച് നല്ലത് കൊള്ളാം എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന പരിശുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന അറബിയിലുള്ള പേരുകൾ സ്വീകരിച്ച ചിലരൊക്കെ കാട്ടിക്കൂട്ടുന്ന പെയ്ക്കൂത്തുകൾക്ക് പരിശുദ്ധ ഇസ്ലാം കുന്തും ഖൈറ ഉമ്മത്ത് ഉഖ്രിജത് ലിന്നാസി ഉത്തമ സമുദായമെന്ന് അള്ളാഹു സർട്ടിഫൈ ചെയ്ത പരിശുദ്ധ ഇസ്ലാമോ അതിൻ്റെ വക്താക്കളോ ഒരു കാരണവശാലും ഉത്തരവാദികളാകാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്തുതിയാകയും കാരുണ്യനാം സൃഷ്ടാവിൽ മാത്രം സർവാധിനാഥ നായക സർവജ്ഞനാമല്ലാ സർവജ്ഞനാമല്ലാ. സ്തുതിയാകയും കാരുണ്യനാം സൃഷ്ടാവിൽ മാത്രം സർവാധിനാഥ നായക സർവജ്ഞനാമല്ലാ സർവജ്ഞനാമല്ലാ. സ്തുതിയാകയും കാരുണ്യനാം സൃഷ്ടാവിൽ മാത്രം സർവാധിനാഥ നായക സർവജ്ഞനാമല്ലാ. ഈ ജീവിതം ഉദാഹരണ റബ്ബേ നിൻ ഫളലല്ലോ. ഇരുലോകവും അതിൻ ചലനവും നാഥാനിൻ കൃപയല്ലോ. ഈ രാഗവും ഈ ഗാനവും ഈ നാദവും ലയഭാവവും തിരുദാന സുധയല്ലോ. നിന്ദാന സുധയല്ലോ. സ്തുതിയാകയും കാരുണ്യനാം സൃഷ്ടാവിൽ മാത്രം സർവാധിനാഥ നായക സർവജ്ഞനാമല്ലാ അല്ലാ സർവജ്ഞനാമല്ലാ. പുണ്യമാസ രാവുകൾ നാളെ ഇതേ സമയം. അസ്സലാമു അലൈക്കും. അല്ലാഹു നൽകും പ്രമാണങ്ങളെന്നിയേ മറ്റൊന്നും ആചരിച്ചിടൊല മാനവ. താതമാതാക്കളെ സേവിക്ക സന്തതം വാത്സല്യമോടു നീ വർത്തിക്കണം സദാ. വാർദ്ധക്യകാലത്ത് കൂടെ കഴിഞ്ഞിടും മാതാപിതാക്കളെ ശാസനം ചെയ്കൊല. പാരുഷ്യമില്ലാതെ സൗമ്യമായെപ്പോഴും ഭാഷണം ചെയ്യണം കാരുണ്യമോടു നീ. രക്ഷകൻ നിങ്ങൾ